വെൽക്കം ടു സൈലം ലേണിംഗ്. മക്കളെ, അപ്പൊ നമ്മൾ അങ്ങനെ 7th എത്തിയിരിക്കുകയാണ് അല്ലെ. നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം, അടുത്ത വർഷം നമ്മൾ ഹൈസ്കൂളിലേക്ക് പോവാണ്. ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ ഹൈസ്കൂളിന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് 6th 7th തന്നെയാണ്. അപ്പൊ 7th കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ അടിപൊളി റിസൾട്ട് ഉണ്ടാവുള്ളൂ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ നമ്മളിപ്പോൾ വെക്കേഷൻ മൂഡിലൊക്കെയാണ് അല്ലെ, നമ്മൾ മറന്നുപോയി കുറച്ച് കാര്യങ്ങളെ പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് ആൾക്കാരുടെ യൂണിറ്റ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ കൺവേർഷൻസ് എന്ന് പറയും, അതായത് അല്ലെ, ഫോർ എക്സാമ്പിൾ മീറ്ററിനെ എങ്ങനെയാണ് കിലോമീറ്റർ ആക്കുക, കിലോമീറ്ററെ തിരിച്ചെങ്ങനെ മീറ്റർ ആക്കും, അതുപോലെ തന്നെ ഗ്രാം, കിലോഗ്രാം ഇവരൊക്കെ തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബേസിക് മാത്തമാറ്റിക്സ് എന്ന് പറയും. അതായത് കുഞ്ഞു 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 കാര്യങ്ങൾ, എങ്ങനെയാണ് ഫ്രാക്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഡെസിമലുള്ള അല്ലെ പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ എങ്ങനെ നമ്മൾ ആഡ് ചെയ്യും, അവരെങ്ങനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും, അവരെങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും, അവരെങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, അങ്ങനെ കുറച്ചധികം വലിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മൾ പതുക്കെ നമ്മൾ ബേസിക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ നമ്മൾ അല്ലെ സാവധാനം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടോപ്പിക്സ് എല്ലാം നമ്മൾ കവർ ചെയ്തെടുക്കും. സോ ആദ്യം അല്ലെങ്കിൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂണിറ്റ്സുകളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട യൂണിറ്റുകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം ലെങ്ത് അല്ലെ, നമ്മൾ നീളം എന്ന് മലയാളത്തിൽ പറയും. ലെങ്ത്തിന്റെ ബേസിക് ആയിട്ടുള്ള അല്ലെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, മീറ്റർ ആണ്. അതല്ലാതെയും ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട് അല്ലെ. ലെങ്ത്തിന് നമ്മൾ മില്ലിമീറ്ററിൽ പറയാറുണ്ട് അല്ലെ. നമ്മളിപ്പം ഇതാ ഈ ഒരു ടിഷ്യൂ പേപ്പറിന്റെ ഒക്കെ അല്ലെ ഈ തിക്നെസ് ഒക്കെ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ എന്തിൽ പറയും, ആ മില്ലിമീറ്ററിൽ പറയും അല്ലെ. എന്നാൽ ഇതിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യും അല്ലെ, ഇതിന്റെ നീളം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ പറയാറ് അത് സെന്റിമീറ്ററിലൊക്കെയാണ് അല്ലെ കുറച്ച് അധികം ഉണ്ട് അല്ലെ. ഇനി വലിയൊരു ഗ്രൗണ്ടിന്റെ നീളമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അത് നമ്മൾ മീറ്ററിൽ പറയും അല്ലെ. ഇനി നമ്മളൊരു ഡിസ്ട്രിക്റ്റും അടുത്തൊരു ഡിസ്ട്രിക്റ്റും നമ്മളുള്ള ദൂരമൊക്കെ പറയുമ്പോൾ നമ്മൾ കിലോമീറ്ററിൽ പറയും അല്ലെ. അങ്ങനെ ലെങ്ത്തിന് തന്നെ ഒരുപാട് യൂണിറ്റുകൾ ഉണ്ടെങ്കിലും ദ ബേസിക് യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല കേട്ടോ, മീറ്റർ. അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ എം എന്നുള്ള സിമ്പിൾ കൊണ്ടാണ് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്നെയാണ് മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം ആണ് ബേസിക് യൂണിറ്റ്. മറ്റൊരുപാട് യൂണിറ്റുകൾ ഉണ്ട്, ആ യൂണിറ്റുകളൊക്കെ നമ്മൾ പതിയെ പരിചയപ്പെടും. എങ്ങനെയാണ് അവയിൽ നിന്നും കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പതിയെ മനസ്സിലാക്കും കേട്ടോ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ആണ് ടൈം അല്ലെ, സമയം. ഓക്കെ, സമയത്തിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഓക്കെ, അല്ലാതെയും ഒരുപാട് യൂണിറ്റുകൾ ഉണ്ട് അല്ലെ. ഹവറിൽ നമ്മൾ സമയം പറയാറുണ്ട്, അതുപോലെ നമ്മൾ മിനിറ്റിൽ പറയാറുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ദ ബേസിക് യൂണിറ്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സ്മോൾ ലെറ്റർ എസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്, കൺവേർഷൻസ്. ഇതിന്റെ സീരീസ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, കാരണം കുറേ കൺവേർഷൻസ് നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കേണ്ടതായിട്ടുള്ളതുണ്ട് അല്ലേ. നമ്മളിങ്ങനെ പഠിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു സ്റ്റക്ക് വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ചെറിയ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, കൺവേർട്ട് ടു കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, 25,000 ഗ്രാം എത്ര കിലോഗ്രാം ആണ്, എത്ര പേർക്ക് അറിയാം? വളരെ സിമ്പിൾ ആണ് അല്ലെ. അതുപോലെ തന്നെ 2500 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ് നമുക്കറിയില്ല. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലെ. മക്കളെ മനസ്സിലാക്കണം, ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കറിയാം. ഇതിൽ ചെറുതെന്ന് പറയുന്നത് ആരാണ്? ഗ്രാം ആണ് അല്ലെ, സ്മോൾ ആണ് ഇത്. ആൻഡ് കിലോഗ്രാം എന്ന് പറഞ്ഞാണ് ഇതിലെ ബിഗ് അല്ലെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സ്മോളിനെ ബിഗ് മാറ്റാൻ അല്ലെങ്കിൽ സ്മോൾ ടു ബിഗ് ആണെങ്കിൽ എപ്പോഴും അവിടെ വരുന്നത് ഡിവിഷൻ ആയിരിക്കും. എന്നാൽ തിരിച്ച് ബിഗിൽ നിന്ന് നമ്മളോട് സ്മോളിലേക്കാണ് ആക്കാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കിലോഗ്രാമിൽ നിന്നും ഗ്രാമിലേക്ക് മാറ്റാൻ പറഞ്ഞാൽ ബിഗർ യൂണിറ്റ്സിൽ നമ്മൾ സ്മോളർ യൂണിറ്റിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത് അല്ലെ. ആ കേസിൽ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോഴും കിലോഗ്രാമിനെ ഗ്രാമിലേക്കൊക്കെ മാറ്റുമ്പോഴും മൾട്ടിപ്ലൈ ചെയ്യേണ്ടതും ഡിവൈഡ് ചെയ്യേണ്ടതൊക്കെ നമ്പർ എന്ന് പറയുന്നത് 1000 ആണ് കേട്ടോ. അപ്പോൾ എല്ലാതും 1000 ആണ് നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ 1000 ആണ്. ഓരോത്തിലും സെന്റിമീറ്റർ മീറ്റർ ആകുന്ന കേസിൽ വേറെയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാന്ന്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം.
25,000 ഗ്രാം എത്ര കിലോഗ്രാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ നമ്പറിനെ 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. സോ സിമ്പിൾ അല്ലേ, 0 കട്ടാകുന്നു. And we will get 25 കിലോഗ്രാം ആണ് ആൻസർ വരെ. എത്രയാണ്? 25 കിലോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2500 ഡിവൈഡഡ് ബൈ നമ്മൾ എന്ത് ചെയ്യണം, 1000 ചെയ്യണം അല്ലെ. 0 കട്ടായി പോകും. പിന്നെ എന്താണ്, 25/10. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? വളരെ സിമ്പിൾ ആണ് അല്ലെ. ഇതിൽ എത്ര സീറോസ് ഉണ്ട്? ഒരു സീറോ അല്ലെ. അപ്പൊ നമ്മൾക്ക് അറിയാം ഈ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ ഡെസിമൽ നമ്പർ ആണ് വരും, പോയിന്റ് ഉള്ള നമ്പർ ആണ് വരും. അപ്പൊ എവിടെ പോയിന്റ് ഇട്ട് കൊടുക്കും അറിയില്ല അല്ലെ. നമ്മൾ അതിന് അതുപോലെ എഴുതിയിട്ട് നമുക്കറിയാലോ സീറോ, എത്ര സീറോ ഉണ്ട്? ഒരു സീറോ. അപ്പൊ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ വരുന്ന രീതിയിൽ നമ്മൾ കൊടുക്കാം. സോ വി വിൽ ഗെറ്റ് 0.5 കിലോഗ്രാം. സെറ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു കുഞ്ഞു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാണ്. ദിസ് ഈസ് യുവർ ഹോംവർക്ക് ക്വസ്റ്റ്യൻ. എന്താണെന്നറിയോ, 30,000 ഗ്രാം എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. എത്ര കിലോഗ്രാം ആണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമന്റ് ചെയ്യണം. സോ അടുത്ത കൺവേർഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ 7 CPSE.